മതം എന്നാൽ വിശ്വാസമാണെന്ന് ചിന്തിക്കുന്നവരും മറിച്ച് അഭിപ്രായം മാത്രമാണെന്ന് പറയുന്നവരുമുണ്ട്. എന്താണെങ്കിലും രണ്ടും ഒന്നു തന്നെയെന്നാണ് എനിക്ക് മനസ്സിലായത്. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ആളുകൾ ഓരോ മതത്തിലും വിശ്വസിക്കുന്നത് അവർ ജനിച്ചു വളർന്ന പശ്ചാത്തലമനുസരിച്ചാണ്. കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിച്ച വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ പഠിപ്പിച്ചില്ല എങ്കിൽ അവർ തീർച്ചയായും ആ വിശ്വാസം സ്വയം തിരഞ്ഞെടുക്കുമോ എന്നത് സംശയകരമായ ഒരു സംഗതി തന്നെയാണ്. എന്നാൽ ഏതു വിശ്വാസത്തിൽ ജനിച്ചു വളർന്നവരെങ്കിലും എല്ലാവരും നിർബന്ധമായും പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസമാണ് സയന്റിസം എന്നത്. ആയതിനാൽ ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ വിശ്വസിക്കുന്ന മതം എന്ന് പറയുന്നത് സയന്റിസം എന്നതാണ്. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇവർ സയന്റിസത്തിന്റെ പാഠങ്ങൾ നിർബന്ധപൂർവ്വം തലച്ചോറിലേക്ക് കുത്തിനിറയ്ക്കുന്നു. കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് സ്വയം നിഗമനത്തിൽ എത്തിച്ചേരുവാൻ ഒരു മതവും ആരെയും അനുവദിക്കുന്നില്ല. തങ്ങൾ പഠിച്ചു വളർന്ന മതങ്ങളിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു ചില ആളുകൾ മറ്റു വിശ്വാസങ്ങളിലേക്ക് ചേക്കേറുന്നതും പതിവ് കാഴ്ചയാണ്. എന്തു തന്നെയെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാത്തവർ തന്നെയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളും നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഓരോ മതവിശ്വാസത്തിനും ഓരോരോ ദൈവമാണ് ഉള്ളത്. അതിനു കാരണം ഇവർ ആരും സത്യദൈവത്തെ അറിയുന്നില്ല എന്നത് തന്നെയാണ്. ചിലർ ദേവന്മാരിൽ വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ അസുരന്മാരിൽ അല്ലെങ്കിൽ പിശാചുക്കളിൽ വിശ്വസിക്കുന്നു. മറ്റൊരു കൂട്ടർ മനുഷ്യരിൽ വിശ്വസിക്കുമ്പോൾ ചിലർ വിഗ്രഹങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നു. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വിഭിന്നമായി സയന്റിസം എന്ന മതത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമില്ല എന്ന് പറയുകയും സ്വയം മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ അറിയുവാൻ ഒരു മതത്തിലും വിശ്വസിക്കേണ്ട കാര്യമില്ല. അതിനു കാരണം സൃഷ്ടാവായ ദൈവം യാതൊരു മതവും സൃഷ്ടിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ദൈവത്തിന് മതമില്ല, യാതൊരു മതത്തിലും ദൈവവുമില്ല. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. യാഹ്വ അരുളി ചെയ്യുന്നു, നിന്റെ പിതാവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. സത്യദൈവത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുന്നവർ യാഥാർത്ഥ്യത്തിൽ മാത്രം വിശ്വസിക്കുന്നു. ആയതിനാൽ യാതൊരു മതത്തിന്റെ പിറകെ പോകുന്നുമില്ല. ആ സത്യത്തെ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമെന്ന് മാത്രം. എന്താണെങ്കിലും ആരും തന്നെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഏവരും അവനെതിരെ വിചാരങ്ങൾ ഉയർത്തുകയും സൃഷ്ടാവിനെ മറന്നു സൃഷ്ടികളെ ആരാധിക്കുകയും വിശ്വസിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യരോട് സംസാരിച്ച ചില കാര്യങ്ങൾ ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇവ തിരുവെഴുത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പുസ്തകങ്ങൾ ഏതെങ്കിലും മതം ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതി അത് ആ മതത്തിൻ്റേതാവുന്നില്ല. കാരണം ഈ പുസ്തകങ്ങൾ എഴുതിയവർ ആരും ഒരു മതത്തിലും ഉൾപ്പെട്ടവരില്ലായിരുന്നു. അവ എഴുതപ്പെട്ടത് മതത്തിനുള്ളിലല്ല, മതത്തിന്റെ അനുഷ്ഠാനങ്ങളും അതിലടങ്ങുന്നില്ല. ഇക്കാരണങ്ങളാൽ തിരുവെഴുത്തുകളിൽ വിശ്വസിക്കുവാൻ ആരും ഒരു മതത്തിന്റെയും ഭാഗമാകണമെന്നില്ല. കൂടാതെ ഇവ വ്യക്തമായി വായിച്ചാൽ ആരും അത്തരം വിശ്വാസങ്ങളുടെ പിറകെ പോവാതെ സത്യദൈവത്തെ തേടുകയും ചെയ്യും. തിരുവെഴുത്തുകളിൽ നിന്ന് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചും മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും കൂടാതെ ചില വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചും വളരെ വ്യക്തമായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. എന്നിരുന്നാലും ചില മതങ്ങൾ ഈ തിരുവെഴുത്തുകളിൽ അവർക്ക് വേണ്ടത് മാത്രം കൂട്ടിയിണക്കി അവരുടെ മതഗ്രന്ഥമായി കൊണ്ട് നടക്കുന്നു. അതിൽ നിന്നും അവനവനു വേണ്ടത് മാത്രം ചില വിശ്വാസികൾ എടുക്കുന്നു. മറ്റു വിശ്വാസികളാവട്ടെ ഈ പുസ്തകങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും വായിച്ചിട്ടില്ല. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.